ബംഗാൾ സംസ്ഥാന ഘടകത്തിലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നിന്ന് ചുവന്ന കളർ മാറ്റി നീല കളറാക്കിയതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ ചർച്ചയായിരുന്നു. അതിൽ എം.വി. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കൊടിയുടെ കളറല്ല പാർട്ടി എന്നുള്ളത്. ഇതൊന്ന് വിശദീകരിക്കും. അല്ല, എന്നാ രസമോ, AK സെന്ററിന്റെ വേറൊരു അനക്സ് വന്നല്ലോ ഇപ്പോൾ. അതെ, അതിന് കാവി കളറാണ്. അതെ. അപ്പോൾ കംപ്ലീറ്റ് കാവിയല്ല, പ്യുവർ കാവിയല്ല, ഒരു കാവിയിലേക്ക് പോണ കളറാണ്. അതും ചർച്ചകളിൽ വന്നു. അതെ, കംപ്ലീറ്റ് കാവിയിലേക്ക് പോയിട്ടില്ല, ഒരു പകുതി കാവിയിലേക്ക് നമ്മൾ. അപ്പം അതിനൊരു മറുപടി പറഞ്ഞു. ആര്? നമ്മുടെ ചുവപ്പ് അത്ര നല്ല കളറല്ല, എന്നാൽ വേറെ നല്ല കളർ ഏതാ? അങ്ങനെയാണല്ലോ, രണ്ടുപേരും നിൽക്കുമ്പോൾ ഒരാളിൻ്റെ അടുത്ത് നിങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞാൽ അടുത്ത ആൾ ശരിയാണെന്നുള്ളൊരു അർത്ഥം വരുമല്ലോ, വേറെ അർത്ഥമുണ്ട്, അങ്ങനത്തെ അർത്ഥമുണ്ടല്ലോ. അപ്പം ചുവപ്പ് ശരി, റിഫ്ലക്റ്റ് ചെയ്യുന്ന കളറാണ്, ഭയങ്കര കടുപ്പ് കളറാണ്, അതിനുള്ള ട്രാഫിക്കിലൊക്കെ വെച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ കാവി എങ്ങനെയാണ് ചുവപ്പിനേക്കാൾ നല്ല കളറാവുന്നത്? വേറെ എത്രയോ ലൈറ്റ് നല്ല നിറങ്ങളുണ്ട്, വളരെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന എത്രയോ മനോഹരമായ കളറുകളുണ്ട്. അപ്പോൾ അതെന്താ, ഇത് കണ്ടുപിടിച്ച ആളുടെ വിചാരത്തിൽ. അതുപോലെ തന്നെ ഇതേ ഒരുപാട് അബദ്ധങ്ങൾ പറയും. ആര്? ഈ നമ്മുടെ ഗോവിന്ദൻ മാഷ്. അദ്ദേഹം എങ്ങനെയാണ് ഇത് സംസ്ഥാന സെക്രട്ടറി ആയെന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് വല്ല അത്ഭുതകരമാണ് അദ്ദേഹം ആയത്. പക്ഷേ ഈ സംവിധാനത്തിലായതിൽ അത്ഭുതപ്പെടേണ്ട, കാരണം ഇതാണ് ഇപ്പോഴത്തെ സമയം. കാരണം ഐഡിയോളജിക്കൽ പൊളിറ്റിക്സൊക്കെ പോയല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ആശയപരമായിട്ടുള്ള പൊളിറ്റിക്സ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇതൊരു ഡെവലപ്മെൻറ്റ്, കോർപ്പറേറ്റുകൾക്ക് അരിക്കുന്നത് എങ്ങനെ, പരമാവധി പണം കൊണ്ടുവരുന്നത് എങ്ങനെ, പരമാവധി വികസനം കൊടുക്കുന്നത് എങ്ങനെ, അങ്ങനെയുള്ളൊരു ലൈനിലാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ ഈ നീല നിറം ആക്കിയത്, ഈ ഫേസ്ബുക്കിൽ മാറ്റിയെന്ന് പറയുമ്പോൾ അവിടെയും പറയുന്ന ന്യായം എന്താണ്? ഡോക്ടർ M.P. പരമേശ്വരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇതേ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആര്? നമ്മുടെ ഈ ഗോവിന്ദൻ മാഷ്. EMSൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ് M.P. പരമേശ്വരൻ മാഷ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ തലതൊട്ടപ്പൻ, കേരളത്തിൻ്റെ ബൗദ്ധികമായ ഒരാളാണ്. അദ്ദേഹത്തിന് കേരളശ്രീയൊക്കെ കൊടുത്ത് കേരള സർക്കാർ കൊടുത്തു. അദ്ദേഹം 4 ലോക സിദ്ധാന്തം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി. എവിടെ നിന്ന് പുറത്താക്കി? CPM എന്ന് പുറത്താക്കി. അദ്ദേഹം കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഗോവിന്ദൻ മാഷെന്ന് സംസാരിക്കണം, നന്നായിരിക്കും. കാരണം പുറത്താക്കുന്ന മുമ്പേ പുറത്താക്കിയതൊരു സാങ്കേതിക വിഷയം വെച്ചാണ്. പുറത്താക്കിയെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കാമല്ലോ. അദ്ദേഹത്തിനെ പോലുള്ള മാർക്സിസത്തെ നന്നായി വിശകലനം ചെയ്തിട്ടുള്ള ആളുകൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാനത് പറയാനാണ് പറഞ്ഞാൽ, അദ്ദേഹം പുറത്താക്കിയതല്ല. നീല എന്ന് പറഞ്ഞാൽ വലതുപക്ഷത്തിൻ്റെ അഴുക്ക കളർന്നാണ്. പുസ്തക ലേഖനം ഞാൻ തരും, ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നില്ല, ഇതാണ് സബ്ജക്റ്റ് എന്ന് ഞാൻ കൊണ്ടുവരുമായിരുന്നു. മാധ്യമത്തിൽ അദ്ദേഹത്തിനോട് നീല സമ്പത്ത് വ്യവസ്ഥ, നീല സമ്പത്ത്, കടലിൻ്റെ അല്ല, അത് വേറെ, ബ്ലൂ എക്കോണമി വേറെയുണ്ട്. അല്ലാതെ ചാര സമ്പത്ത് വ്യവസ്ഥ, നീല സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് മുതലാളി വർഗത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയാണ്, ചുവപ്പൻ സമ്പത്ത് വ്യവസ്ഥയാണ് വരേണ്ടത് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഒന്നും ഒന്നും അറിയാതെ പറയുകയാണ്. സാർ പറഞ്ഞതുപോലെ ശരിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പം അതിന്റെ കളറാണെങ്കിലും അതിന്റെ ചിഹ്നമാണ്. ഉറപ്പല്ലേ? കൊടി എങ്ങനെ ഈ ചുവന്നെന്നറിയാവോ ഇദ്ദേഹത്തിന്? രക്തസാക്ഷികളുടെ ഇത് ചുമത്തത് എങ്ങനെയാണെന്ന് ഇദ്ദേഹത്തിന് അറിയാവോ? വെള്ളക്കൊടി ചുമന്നത് എങ്ങനെയാണെന്നറിയാവോ ഇദ്ദേഹത്തിന്? ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അവസാനം എന്താണ്, ഒരാശയ വിരുദ്ധനാവും, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാവും. അവിടെയാണ് പ്രശ്നം. എന്നെപ്പോലുള്ളൊരു വർത്തമാനം പറയുമ്പോൾ, ഇതൊക്കെ പറയുമ്പോൾ പറയും M.V. ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി പറയുന്ന ഈ ഉഡായിപ്പുകളും അബദ്ധങ്ങളും എല്ലാം കേട്ട് അതിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഇവൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് പറയും. നമ്മൾ ആശയത്തെ അല്ല പറയുന്നത്. ഇവരിങ്ങനെ നടന്നിട്ട് വെള്ളക്കൊടി രക്തത്തിൽ മുക്കിയിട്ട്, അല്ലാതെ വെള്ളയാണ് കുറച്ച് ദിവസം വെള്ള, ഇനി ചുവപ്പാക്കികൾ അങ്ങനെ ആക്കിയതല്ല. തൊഴിലാളി വർഗം രക്തത്തിൽ മുക്കി പിന്നെ പിടിച്ചതിന് ശേഷമാണ് വെടിവെപ്പിൽ വെള്ളക്കൊടിയുമായി പോയ സമരത്തിൽ വെടിവെപ്പേറ്റ് രക്തം ചിന്തിയപ്പോൾ അതിൽ നിന്ന് മുക്കിയെടുത്തതുമല്ല, മനഃപൂർവ്വം ചുവപ്പായതല്ല, മുങ്ങിപ്പോയി, അത് ചുവപ്പായിപ്പോയി. പിന്നെ വന്നവർ എടുത്ത് പിടിച്ച കൊടിയാണ് ചുവപ്പ്. ഇതൊക്കെ എന്താണ് ഇവർ പറയുന്നത്? വളരെ അടിയന്തരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ള പേരങ്ങ് മാറ്റുക. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനാധിപത്യ പാർട്ടി ഭരിക്കാം, എല്ലാം ചെയ്യാം, ഈ ഒരു തടസ്സമില്ല. കേരളയിൽ കൊണ്ടുവരാം, സകലത കൊണ്ടുവരാം. ഒരു മുതലാളിത്ത പാർട്ടിയോ മുതലാളിത്ത വലതുപക്ഷമോ ചെയ്യുന്ന എല്ലാ കാര്യവും ചെയ്യാം, അവർക്ക് ഒരു തടസ്സമില്ല. വർഗീയ പ്രീണനം നടത്താം, ന്യൂനപക്ഷ പ്രീണനം നടത്താം, പിന്നെ മുസ്ലിം ലീഗിനെ കൊണ്ടുവരാം, ക്രിസ്ത്യൻ ലീഗിനെ കൊണ്ടുവരാം, ആരെ വേണം കൊണ്ടുവരാം, ഭരിക്കാം, ഒരു തർക്കമില്ല. പക്ഷേ ഇത് പറ്റില്ല. ഏത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് വയ്ക്കുകയും അതിൻ്റെ അടയാളമായി കൊടിയും, പിന്നെ സഖാവ് എന്ന വാക്കിൻ്റെ അർത്ഥം, ഇന്നലെ നമ്മളെ കസ്തൂരി M. സമ്പത്തിൻ്റെ
അനിയൻ കസ്തൂരി പറഞ്ഞിരിക്കുന്ന സഖാവ് എന്ന് പറയുന്നത് കൃഷ്ണനെ ഭഗവത്ഗീതയിൽ വിളിക്കുന്ന വാക്കെന്നാണ് പറയുന്നത്. എന്താന്ന് നോട്ടെ, അങ്ങനത്തെ വാക്കുണ്ടോ ഇല്ല എന്നുള്ള ഉള്ള വിഷയം. സഖാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ധരിച്ചിരിക്കുന്ന സഖാക്കൾ? ഏത് ലോകത്തോട്ടാണ് ഇവർ പോകുന്നത്? അപ്പോൾ കൊടി, അടയാളങ്ങൾ, ചിട്ടകൾ, ശീലങ്ങൾ, വാക്ക്, നടത്തം, പറച്ചിൽ, ചിന്ത. ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വായിച്ചിട്ടുള്ളത്, യഥാർത്ഥ കമ്മ്യൂണിസം എന്നുള്ള ലൈനിൽ വായിച്ചിട്ടുള്ളത് ഒരു സംസ്കാരം കൂടെയാണ്. ഭരണകൂടമില്ലാത്ത, അതിരുകളില്ലാത്ത, അങ്ങനെ നടക്കില്ല, അത് വേറെ കാര്യം, അതൊരു ഉട്ടോപ്യൻ ചിന്തയാണ്. അങ്ങനെയൊന്നൊരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് സമൂഹം എന്ന് പറഞ്ഞാൽ കുറേ സംഘർഷാത്മകമാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഐഡിയൽ സൊസൈറ്റി ഒന്നും ഉണ്ടാക്കിയിട്ട് മനുഷ്യർ മുമ്പോട്ട് പോകില്ല. പക്ഷെ എങ്കിലും അതിനകത്ത് പറയുന്നത് എന്താ? അങ്ങനെയുള്ളൊരു തത്വശാസ്ത്രം എടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് ഈ അബദ്ധങ്ങളെല്ലാം പറയുന്നത്. ഇദ്ദേഹം ഒരുപാട് അബദ്ധം പറയാറുണ്ട്. 20 മിനിറ്റ് കൊണ്ട് അങ്ങോട്ടൊരു ട്രെയിൻ, അവിടെ ചെല്ലുമ്പോൾ 20 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് ട്രെയിൻ, അപ്പോൾ 10 മിനിറ്റ് കാത്തു നിന്നാൽ മതി. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റുണ്ട്. മുമ്പ് ഇരിക്കുന്ന നിങ്ങളല്ല ഞാൻ, ഞാനല്ല നിങ്ങൾ, ഞാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങളാരെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെയുള്ള ഈ ചില കുതിരോട്ടപ്പ ശൈലി ഉണ്ടല്ലോ, പുള്ളി എന്താ പറയുന്നത് അറിയത്തില്ല. ഇപ്പോൾ ഒരു ശീലം വന്നിട്ടുണ്ട് ഇവർക്കല്ല. അത് ഗോവിന്ദമാഷിന് ഒരു വലിയ ശീലമാണ്. ഏതെങ്കിലും ഒരു ചാനൽ അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾ ഏത് ചാനലിൽ നിന്നാ, ഏത് ചാനലിൽ നിന്നാ എന്താ? അല്ല, വീണ ജോർജ് ഇപ്പോഴും ഏഷ്യാനെറ്റിനെ വീണ ജോർജൊക്കെ ചുമ്മാ വീണ ജോർജിന്റെ ഇടയ്ക്ക് ഇതേ രീതി. അല്ല, വീണ ജോർജിൻ്റെ പ്രശ്നം എന്താ അറിയാം, അവർക്ക് ഇതൊന്നും അറിയത്തില്ലെന്നേ. അവരിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി കയറി വന്ന് 2-3 പേരുടെ സ്പോൺസറിങ്ങിലൂടെ ഇങ്ങനെ കയറി വന്ന് ഇതായി. അല്ലെ പിന്നെ അവർ 35,000 രൂപ ബാഗ് കൊണ്ടു നടക്കുമോ? കൊണ്ടു നടക്കത്തില്ലല്ലോ. അവർക്കത് സെൻസില്ല. അവർക്ക് സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ക്രിസ്തീയ മതവിഭാഗത്തിൽ നിന്ന് വന്ന് വളരെ പെട്ടെന്ന് MLA ആയി, 2ാമത്തെ തവണ മന്ത്രിയായി. പ്രത്യേകിച്ച് വനിതകൾക്ക് എന്ത് കൊടുക്കുന്നില്ല? അല്ല, എന്തുള്ള കാലമാണ് ഇനി വരാൻ കിടക്കുന്ന കാലം മുഴുവൻ വനിതകളുടെ കാലമാണല്ലോ. ഇനിയിപ്പോൾ കംപ്ലീറ്റ് 50% റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞ് വനിതകളുടെ ഒരു കാലമാണ് വരാൻ കിടക്കുന്നത്. CPM-ൽ വനിതകൾ കുറവാണ്. ശ്രീമതി ടീച്ചർ നല്ല പ്രായമായി, പിന്നെ ശൈലജ ടീച്ചർ പ്രായമായി, വയസ്സായല്ലോ. കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവർ പോയി. അടുത്ത ജനറേഷനിൽ വരുന്നതാരാ? സീമ, സുജാത, ഇവർ ആര്, വീണ ജോർജൊക്കെയാണ്. അവർ മാതൃകയാവണ്ടേ? വലിയ സ്കോപ്പല്ലേ അവർക്ക് വന്നത്. ഈ ആശാ സമരത്തോടുകൂടി അവരെ എല്ലാ ഇമേജും പോയില്ലേ? അംഗൻവാടി സമരം അതും പോയില്ലേ? ഈ ബാഗും എല്ലാം കൂടെ വന്ന് അവർ ബിഗ് സീറോ ആയില്ലേ? അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, പൊളിറ്റിക്കൽ ഇരുത്തം വരണ്ടേ? അവർ മോഡലാവണ്ടേ കേരളത്തിന്? അവർ ചിലതൊക്കെ ഉപേക്ഷിക്കണ്ടേ? ഉപേക്ഷിച്ചെങ്കിൽ അവർ ഭയങ്കര മോഡലാവുമായിരുന്നു, റോൾ മോഡലാവുമായിരുന്നു കേരളത്തിലെ വനിതകളുടെ. മുഴുവനും എടുത്താൽ നമ്മുടെ പിണറായി വിജയൻ ഉൾപ്പെടെ ആഡംബരത്തിന്റെ അത് വേറൊരു വിഷയം. അപ്പം ശരി, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരു ആഡംബരം ആയിക്കോട്ടെ. ഇവരെ പോലുള്ള പുതിയ തലമുറ എന്ത് ചെയ്യണം? ഒന്ന് മാറി ചിന്തിക്കണ്ടേ? ഇവർ ഏഷ്യാനെറ്റിനോട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ചാനലിലെ പേരോട് ഏഷ്യാനെറ്റാണ്, എനിക്ക് നിങ്ങളോട് പറയാൻ മനസ്സില്ല, ഞാൻ പറയാനുള്ള സോഷ്യൽ മീഡിയയിൽ പറഞ്ഞോളാം. എൻ്റെ മാധ്യമത്തിലൂടെ, എൻ്റെ മാധ്യമം എന്നുള്ള സോഷ്യൽ മീഡിയ ആണോ? എൻ്റെ മാധ്യമം എന്നാൽ സോഷ്യൽ മീഡിയ ആണോ? അല്ല, ദേശാഭിമാനിയാണോ? എൻ്റെ മാധ്യമത്തിലൂടെ പറഞ്ഞോളാം. എന്താണ് ഈ സ്ത്രീ പറയുന്നത്? പിന്നെ അതുപോലെ 18-ാം തീയതി ഡേറ്റ് ചോദിക്കുക, 19-ാം തീയതി വേറൊരു കത്ത് കൊടുക്കുക. 18-ാം തീയതി ഒരു കത്ത് കൊടുത്താൽ, ഞാനും ഡയറക്ടറായിട്ടിരുന്ന ആളാണ്. ഞാനും ഡൽഹിക്ക് കത്ത് കൊടുക്കുകയും പോവുകയും മന്ത്രിയൊക്കെ കാണുന്ന ആളാണ്. എന്താ നമ്മൾ 18-ാം തീയതി ഡേറ്റ് കൊടുത്താൽ ആ കത്തിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഫോളോ അപ്പ് ചെയ്യേണ്ടത്. 18-ാം തീയതി കത്ത് കൊടുക്കുന്നു, 19-ാം തീയതി വേറൊരു ഓഫീസർ വേറൊരു കത്ത് കൊടുക്കുന്നു. ഇതൊക്കെ ഭരണപരിചയ കുറവാണ്. അല്ലെങ്കിൽ 18-ാം തീയതി കത്തിൻ്റെ കാര്യം ഏതിൽ പറയണം? 19-ലെ കത്തിൽ പറയണം. അതിൻ്റെ കോപ്പിയും കൂടെ പിൻ ചെയ്യണം. ഇന്നലെ ആവശ്യപ്പെട്ടു, ഇന്നതാ ഒന്നുകൂടി ആവശ്യപ്പെടുന്നു. ഒരു ഓഫീസിലേക്ക് 18-ഉം 19-നും കത്ത് തന്നാൽ 18-ലെ കത്ത് ചിലപ്പോൾ കണ്ടു കാണണമെന്നില്ല. ഇതിൻ്റെ ഓഫീസല്ലേ സംവിധാനം. 20-ാം തീയതി ഡേറ്റും വേണം. ഡേറ്റ് കിട്ടാതെ അവിടെ പോയി നിൽക്കുകയാണ്. ആരെങ്കിലും ഡേറ്റ് കൊടുക്കൂ? ആരും ഡേറ്റ് കൊടുക്കത്തില്ല. അപ്പം പ്രായോഗിക പരിജ്ഞാനമില്ല, രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ല, രാഷ്ട്രീയ പരിജ്ഞാനമില്ല. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെ ഇവരെയൊക്കെ പഠിപ്പിക്കേണ്ട മാഷിൻ്റെ ജോലി എന്താ? മാഷ് ഇതിനേക്കാൾ മോശമായിട്ടാണ് മാഷിൻ്റെ പ്രകടനം. മാഷിനൊരു പ്രകടനം ഉണ്ടല്ലോ, കുട്ടി നടന്ന് മൂത്രമൊഴിക്കുന്നു. അപ്പോൾ എന്തോ ഒരു ശീലക്കേടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തല്ലാനൊന്നും പറ്റില്ലല്ലോ. അച്ഛനും അമ്മയും കൂടെ, അല്ല ടീച്ചറും പ്രിൻസിപ്പാളും കൂടി എവിടെ പോയി? ചെറുക്കൻ്റെ വീട്ടിൽ പോയി. അച്ഛൻ്റെ അടുത്ത് പരാതി പറയാം. നോക്കിയപ്പോൾ അച്ഛൻ ടെറസിൽ ഓടി നടന്ന് വിടുന്നു. വല്ല കാര്യമുണ്ടോ? എന്നൊരു കഥയുണ്ട് പണ്ട്. എന്താ കാര്യം? ഇവർ കമ്മ്യൂണിസമൊക്കെ ഉപേക്ഷിച്ച്, തൊഴിലാളി വർഗമൊക്കെ ഉപേക്ഷിച്ച്, കൊടിയുപേക്ഷിച്ച്, കാവ്യയിലെ ആഫീസും പണിഞ്ഞ് നീല കളർ ഒക്കെ പോയി എങ്ങോട്ടാണ് ഇത് പോണത്? എന്നിട്ട് എന്ത് ചെയ്ത് കളയും? അതിനെയൊക്കെ
ന്യായീകരിക്കും. ഒരു ന്യായീകരണം മുകളിൽ വന്നാൽ താഴെ എന്ത് ചെയ്യും? ന്യായീകരിക്കും. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ലാസ്റ്റിൽ, സമയം എടുക്കത്തില്ല. ഗ്ലാസ് നോസ്റ്റ്, ഞാൻ പാർട്ടിയിലൊക്കെ നിന്ന കാലത്ത് ഗ്ലാസ് നോസ്റ്റ് പെരിസ്ട്രോയിക്ക വന്നതാണ്, ഇപ്പോൾ സോവിയറ്റ് റഷ്യ. അപ്പോൾ പാർട്ടി സമ്മേളനം ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ സരിത, സ്വപ്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പാർട്ടി സമ്മേളനങ്ങൾ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്താണ് മതരാഷ്ട്രീയം, വർഗീയത, മോഡിക്ക് കുറേ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലാതെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യാറില്ല. പക്ഷേ അന്ന് പൊളിറ്റിക്സ് ചർച്ച ചെയ്തപ്പോൾ ഗ്ലാസ് നോസ്റ്റ് പെരിസ്ട്രോയിക്കയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആർക്കും പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. പാർട്ടി ഒരു തീരുമാനം എടുക്കട്ടെ. ഇപ്പോൾ EMS ആണ് അതിന് അഭിപ്രായം പറയേണ്ട ആൾ, പഠിച്ച് പറയേണ്ട ആൾ. EMS ഇത് പഠിച്ചിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. ഇതെന്താ പറയാൻ പറ്റുക? ആളെയൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? സ്വാതന്ത്ര്യം കൊടുത്തതല്ലേ അവിടെ? ഗർഭച്ചവ് ചെയ്തത് എല്ലാവർക്കും സ്വാതന്ത്ര്യം എടുത്ത് കൊടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ പറ്റില്ലല്ലോ, എക്കണോമിക് ലിബറലൈസേഷന് കിട്ടിയിരിക്കുകയല്ലോ ആളുകൾ. അപ്പം എന്താ പറയുന്നത് അറിയില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. EMSും പോയി, പാർട്ടി ഇപ്പോൾ എത്ര വർഷമായി? ഇതുവരെ പറഞ്ഞിട്ടില്ല പാർട്ടി. ഗ്ലാസ് നോസ്റ്റ് പെരിസ്ട്രോയിക്കയുടെയും പാർട്ടി നിലപാടെന്താ? ദേശാമരൻ ചിന്തയിലൊക്കെ ചില ലേഖനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി പോയെന്നുള്ളതല്ലാതെ ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷേ പഠിച്ചിട്ട് പറയാത്തതുകൊണ്ട് ആരും എന്ത് ചെയ്തിട്ടുമില്ല, താഴെയുള്ളവർക്ക് അഭിപ്രായമില്ല. പണ്ട് കാലത്ത് അത്രയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പം അതുമില്ല. ഈ അബദ്ധങ്ങളുടെ ഒരു പഞ്ചാംഗമായി ഇത് മാറുകയാണ്. ഇത് ആര് തിരുത്തും നമുക്കറിയത്തില്ല. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പാർട്ടി സമ്മേളനത്തിൽ ചർച്ച ചെയ്തത് അടുത്ത ഭരണം എങ്ങനെ പിടിക്കാമെന്നാണ്. അവിടെയാണ് ചർച്ച നടന്നതാണ്, വേറൊരു പൊളിറ്റിക്സും ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നില്ല. ഒരു കാര്യം ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയാം, നമ്മുടെ സമയം ഒരുപാട് അതൊക്കെ വെച്ച്, അത് എനിക്കൊരു വേറൊരു വീഡിയോ ചെയ്യാൻ രഞ്ജിനിക്ക് കഴിയുന്ന ഒരു വീഡിയോ ആയിരിക്കും. EMS പരാജയപ്പെട്ട നേതാവാണ്. കാരണം EMS പറഞ്ഞെന്താ, കോൺഗ്രസിനെ നശിപ്പിച്ചാൽ ഇടതുപക്ഷത്തിന് ഭാവി. കോൺഗ്രസ് നശിച്ചു, ക്ഷയിച്ചു. നശിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ക്ഷയിച്ചു. ആര് വളർന്നു? BJP വളർന്നു. EMSലെ തിയറി എവിടെ? EMSലെ തിയറി എവിടെ? അപ്പോൾ തിയറിറ്റിക്കലായിട്ട് ഇവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നതൊക്കെ.